സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കും. എനിക്കറിയത്തില്ല. ഇനി ഞാൻ ചുമ്മാ പറയുന്നല്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എക്സാമിന്റെ കാര്യം പറഞ്ഞാൽ നല്ല ശുഭപ്രതീക്ഷയാണ്. ഏകദേശം 2 വിഷയത്തിൽ പൊട്ടുന്നുള്ള. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇപ്പോൾ ഇന്നൊരു സത്യം പറഞ്ഞ റിയാക്ഷൻ വീഡിയോ തന്നെയാണ്. സത്യം പറഞ്ഞ ഈ റിയാക്ഷൻ വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുന്നതെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ അവസ്ഥ, ഇപ്പോൾ +1+2കാരുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു നല്ല രീതിയിൽ നമുക്ക് നല്ല പേടി നമുക്ക് നല്ലപോലെ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എക്സാംസ് അതുപോലെ ടഫാക്കാന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ പോർഷൻസ് കവറാക്കിയിട്ടുണ്ട്. എല്ലാ സ്കൂളിലും നമ്മുടെ പോർഷൻസ് കവറാക്കിയിട്ടുണ്ട്. അറ്റ് എ ടൈം നമ്മുടെ പോർഷൻസ് എല്ലാം കവറാക്കിയിട്ടുണ്ട്. ഈ ഫിസിക്സിൻ്റെ പോലും എല്ലാ പോർഷൻസും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മാത്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അപ്പം നമ്മുടെ ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാൻ നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അനന്ത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബറാണ് അനന്ത്. അപ്പോൾ അനന്ത് കൊണ്ട് നമുക്ക് അവരവരെ ആഡ് ചെയ്യാം. അപ്പോൾ ഹലോ ഗൈസ്, ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ എന്നൊരു എൻ്റെ വീട് ഒത്തിരി ദൂരെ ആയിട്ട് നമ്മളിപ്പോൾ കോൾ ചെയ്ത് വന്നിരിക്കുകയാണ്. ഹലോ, കേൾക്കാവോ? ഓക്കെ. എടാ, നിനക്ക് എന്താണ് ഇപ്പം തോന്നുന്നത് എക്സാമിൻ്റെ കാര്യമൊക്കെ പറയുവാണെങ്കിൽ? എക്സാമിന്റെ കാര്യം പറഞ്ഞാൽ നല്ല ശുഭപ്രതീക്ഷയാണ്. ഏകദേശം 2 വിഷയത്തിൽ പൊട്ടുന്നുള്ള ഉറപ്പാണ്. അത്രയ്ക്കും ഇതാക്കിയിട്ടാണ് ഇപ്പൊ പാറ്റേൺ മാറ്റിയിട്ടുള്ളത് പെട്ടെന്ന്. ഓക്കെ. എടാ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ എക്സാംസ് ഭയങ്കര ടഫാക്കണം. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് വേണം, മറ്റു വേണം, മറിച്ച് വേണം, എല്ലാം വേണം. ഓക്കെ, സമ്മതിച്ചു. നമുക്കെല്ലാം പഴയ പോലെ എന്താണ് പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ ആ ലെവലിലാക്കി ഒരു പ്രശ്നമില്ല നമുക്ക്. പക്ഷേ എന്താണ് എല്ലാം പഴയ പോലെ ആക്കണമെങ്കിൽ പിന്നെ നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് എന്തുകൊണ്ട് പഴയ പോലെ ആക്കിക്കൂടാ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പുതിയ തീരുമാനങ്ങൾ ഒക്കെ കൂടി കൊളാക്കിയിട്ടാണ് ഒക്കെ കൂടിയുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് ഇപ്പൊ ഈ വർഷം നമ്മളെ ബാച്ചിന് മാത്രം. അപ്പൊ ഞാൻ അടുത്ത ബാച്ചിനൊക്കെ അങ്ങനെ തന്നെയാവും. പക്ഷെ പെട്ടെന്ന് നമ്മളെ ബാച്ചിന് മാത്രം അങ്ങനെയൊക്കെ വന്ന് വേറെ ആർക്കും അവിടെ വോയിസ് ഇല്ല. ഞാൻ ചോദിക്കില്ല ഒരു കാര്യം, നമ്മളെല്ലാം ഇങ്ങനെ എന്താ ഒത്തിരി ഹൈറ്റ് ഒക്കെ ആകാൻ പോകുമ്പോഴാണ് പ്രശ്നം. അത് തന്നെയാണ്, ഒത്തിരി ഹൈറ്റ് ഒക്കെ ആകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരുമാതിരി പഠിപ്പിക്കുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് ആക്കുക, ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒരു മീഡിയം ലെവൽ ആക്കുക, ഒന്നെങ്കിൽ ഭയങ്കര ഹൈ ആക്കുക, അല്ലെങ്കിൽ എന്താ ഒത്തിരി ലോ ആക്കുക, ഇല്ലെങ്കിൽ ഒന്ന് പിടിക്കുക. എല്ലാം ഓരോ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് വട്ടത്തരം കാണിക്കും. ഇതെന്താ കളിക്കുവാണോ നിങ്ങളൊക്കെ ഇട്ട്? നിങ്ങളുടെ പാവകളാണ്. എനിക്ക് ചോദിക്കല്ലേ, ഞാൻ കാര്യം പറ്റും. എന്റെ കഴിഞ്ഞ കൊല്ലം നടന്ന സംഭവമാണ്. എന്റെ ക്ലാസ്സിലുള്ള ഒരുത്തനാണ്. ഓ അസൈൻമെന്റ്സും അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ക്രിസ്മസ് എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാണ് സി മാർക്ക് പോയത്, ഏകദേശം 2 വിഷയങ്ങളിലേറ്റവും. അപ്പൊ ഈ ക്രിസ്മസ് എക്സാമിന്റെ മാർക്കൊക്കെ സി മാർക്ക് ഡിറ്റർമൈൻ ചെയ്യണം. അതിന്റെ ടൈം ടേബിൾ ഒന്ന് നോക്കിയാൽ CS സ്റ്റുഡൻസിന്റെ ടൈം ടേബിൾ ഒന്ന് നോക്കിയാൽ 4 സർട്ടിഫിക്കറ്റ്. ഇതിന് എവിടെയാണ് അതിന്റെ ഇടയിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ പോലും ടൈമില്ല. ടൈം ടേബിൾ ഉണ്ടാക്കിയത് അങ്ങനെ നമ്മൾ നല്ലൊരു ടൈം ടേബിൾ. നീ ആലോചിച്ച് നോക്കി, ഹിന്ദി ഇംഗ്ലീഷ് പഠിക്കാൻ 5-6 ദിവസം ഗ്യാപ്പ്, സബ്ജക്റ്റ് പഠിക്കാൻ 1 ദിവസം ഗ്യാപ്പില്ല. ഇത്രയും നല്ല മികച്ചൊരു ടൈം ടേബിൾ ഇടാൻ നമ്മൾ എന്തുമാത്രം പുണ്യം ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കി. ടൈം ടേബിൾ ഞാൻ പറഞ്ഞ ടൈം ടേബിൾ ഇട്ട് മാത്രല്ല, ടൈം ടേബിൾ ഇട്ടതിന് കൂടെ പെട്ടെന്ന് ചോദ്യത്തിന്റെ പാറ്റേൺ ക്രിസ്മസ് എക്സാമിന് മാറ്റി. ഓക്കെ, നിങ്ങൾക്കൊരു അതെ, നിങ്ങൾ ഉണ്ടെങ്കിൽ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോഴേ ഒന്ന് പറയണം. അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോഴേ ആ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ടീച്ചേഴ്സ്. ഈ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടില്ല. NCERT നിങ്ങൾ പറയും ഈ ഒരു അവസാന നിമിഷം കൊണ്ട് പെട്ടെന്ന് NCERT മിസ്സിനേഴ്സും എന്താണ് അഡീഷണൽ ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്യാൻ പറഞ്ഞാൽ എവിടെ നിന്നാണ് ഈ ടൈം കിട്ടുന്നത്? എവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഡിസംബർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പം നിങ്ങളുടെ അധ്യാപകരായതുകൊണ്ട് നിങ്ങൾ ആ ചിന്തിച്ച് നോക്കുമ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പം ഒക്കെ റൈറ്റാണ്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ആരും ചിന്തിക്കുന്നില്ല. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു സാറാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് ഗിരീഷ് സാറായിരിക്കും. നിനക്ക് എന്താണ് തോന്നുന്നത്? ഗിരീഷ് സാറിന്റെ വീഡിയോ കണ്ടായിരുന്നോ നീ? ഞാൻ അധികം വീഡിയോസ് ഒന്നും കണ്ടില്ല. ഗിരീഷ് സാർ ഞാൻ അജ്മൽ സാറിന്റെ കണ്ട. അതിന്റെ കമന്റ് ഉണ്ട്, അത് ഞാൻ എനിക്ക് സ്ക്രീൻഷോട്ട് ഒന്ന് പോസ്റ്റ് ചെയ്താൽ. ഓക്കെ, ഞാനത് കാണിക്കാം. ഞാൻ ആ ഒരു വീഡിയോ അജ്മൽ സാറിന് എനിക്ക് അറിയാൻ തോന്നുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അജ്മൽ സാറിന് മറ്റേ അജ്മൽ ക്ലാസ് റൂം എക്സാം ഐയുടെ എല്ലാവർക്കും അറിയാം. ഓക്കെ, സാറ് അത്യാവശ്യം എന്താണ് നല്ല ലെവലിൽ സാറ് പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. നിങ്ങൾ അതിനൊന്നും ഓക്കെ പറഞ്ഞോളൂ. സാറ് പറയുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ്. സാറ് പറഞ്ഞതിന് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന്റെ കുറച്ച് ഇതാണ് കമന്റ് ബോക്സിൽ കാണുന്നത്. അതിന്റെ
സാറ് പറഞ്ഞ കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അധികം. ഓക്കെ, സാറ് പറയുന്നത് മൊത്തം കറക്റ്റാണ്. ഓക്കെ, സമ്മതിച്ചു. ഞങ്ങളുടെ എന്താണ് സ്റ്റാൻഡേർഡ് കുറച്ച് ഉയർത്തുന്നത് നല്ലതാണ്, ഞങ്ങൾക്കത് ഇഷ്ടമാണ്. പക്ഷെ പെട്ടെന്നൊരു മാറ്റം നിങ്ങൾ ആലോചിക്കുക, പെട്ടെന്നൊരു എക്സാമിൻ്റെ പാറ്റേൺ ചേഞ്ച് ആക്കാം. ഇപ്പം ഞങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് ഈ NCERT എന്നൊക്കെയുള്ള കോഴ്സ് വായിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഈ അവസാന നിമിഷം എവിടെ നിന്നാണ് നിങ്ങൾക്കൊന്നും അറിയിച്ചില്ല. ഞങ്ങൾക്ക് ഇനി അടുത്ത മാസം ഒരു പബ്ലിക് എക്സാം തുടങ്ങുകയാണ് ലാബിൻ്റെ. അടുത്ത മാസം ലാബിൻ്റെ പ്രാക്ടിക്കൽ, ഇത് റെക്കോർഡ്, മറ്റേത് മറിച്ചത്, മോഡല്, പ്രാക്ടിക്കലിൻ്റെ മോഡല് ഫെബ്രുവരി എന്താണ് മോഡൽ എക്സാം. ഇങ്ങനെയെല്ലാം പഴയ പോലെ ആക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാം പഴയ പോലെ ആക്കിക്കൂടാ. കഴിഞ്ഞ വർഷത്തെ +1 മാത്സ് എക്സാം എല്ലാവർക്കും അറിയാനും ടഫായിരുന്നു. ഓക്കെ, സമ്മതിച്ചു. എന്നിട്ട് പോലും അത് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് പോലും തന്നില്ല. മോഡൽ എക്സാം എന്താണ് ക്രിസ്മസ് എക്സാം ഹാഫ് ഇയർ എല്ലാം സിമ്പിൾ ആക്കിയിട്ട് അവസാനം കൊണ്ട് എന്താണ് ഇങ്ങനെ കാണിച്ചത് ഭയങ്കര ചരിവായി പോയി. അങ്ങനെ കുട്ടികളെ ഇത് ചരിവ് തന്നെയാണ്. ഇത്രയും എന്താണ് ഒരു ഉറച്ച തീരുമാനമില്ലാത്തൊരു ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ശരി. ഞാനൊരു കാര്യം മറ്റേ നമുക്ക് ഇനി എന്താ ചെയ്യാൻ NCERT മൊത്തം ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഫിസിക്സും കെമിസ്ട്രി മാത്സും. അതിന് എവിടെ ടൈം ഒന്നും ആലോചിച്ചൊക്കെ. ജനുവരി മൊത്തം ക്ലാസ് ഉണ്ട്, അതിന്റെ കൂടെ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കി വെക്കാണ്ട് റെക്കോർഡിന്റെ പരീക്ഷ തുടങ്ങി, പിന്നെ മോഡൽ എക്സാം. ഇതിന്റെ ഇടയിലൊക്കെ എവിടെയാണ് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് പറയുന്നത് വെച്ചാൽ എന്താണ്, നിങ്ങളുടെ നോട്ട്സ് വെച്ചാൽ മതി, NCERT ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നിങ്ങൾ സൈഡിൽ വെച്ചോ. സത്യം പറഞ്ഞാൽ ആരും വാങ്ങുന്ന പോലില്ല NCERT ടെക്സ്റ്റ്. കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾ കാറ്റടിക്കാനാണോ അത്? ഫാന്റെ റെഗുലേറ്റർ ആണത്? എനിക്കറിയത്തില്ല, ആരും വാങ്ങിച്ചിട്ടില്ല. സത്യം പറഞ്ഞ ക്ലാസ് പിള്ളേർക്കൊന്നും NCERT ടെസ്റ്റ് എന്താന്ന് പോലും അറിയത്തില്ല. എനിക്കറിയില്ല. അപ്പൊ അടുത്ത വാങ്ങിയ ഫുള്ള് ഇല്ല, കെമിസ്ട്രി മാത്രം. അതെ, ഇതാണ് നമ്മുടെ അവസ്ഥ. ആദ്യം തന്നെ ജെയ്ക്ക് പഠിച്ചു തുടങ്ങിയത്. എന്നാ പിന്നെ NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ബോർഡിനും സിമ്പിൾ ആയിരുന്നു. ഒരുമാതിരി പെട്ട അവസ്ഥ. ഞാൻ ബോർഡും കോൺസെൻട്രേറ്റ് ചെയ്യാൻ എങ്ങനെ ചെയ്ത്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണ് നമ്മൾ വിചാരിച്ച ബോർഡ് എക്സാമിന് ഫോക്കസ് ചെയ്യാന്ന് വെച്ചപ്പോൾ ഇതിൻ്റെ നല്ല ലെവലിൽ ക്വസ്റ്റ്യൻസ് കൂട്ടാൻ തുടങ്ങി. ഇപ്പൊ തോന്നുന്നു എൻട്രൻസിന് പഠിച്ചാൽ മതിയായിരുന്നു. അതാണ് എനിക്ക് വലിയൊരു റിഗ്രറ്റ് ആണ് പഠിക്കുന്നത് ഫുള്ളായിട്ട്. ഇവരെന്താ കാണിക്കുന്നത്? ഇവര് ഒരു എന്താണ് ഇപ്പം ഞാൻ സപ്പോസ് CBSE നോക്കുവാണെങ്കിൽ എന്താണ് അവർക്കൊരു പാറ്റേൺ ഇതുവരെ ചേഞ്ച് ആക്കുക, മീൻസ് ആ ഒരു ഫ്ലോയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. എക്സാം ആ ലെവലിൽ തന്നെ ആയിരിക്കും. അവർക്കൊരു സാമ്പിൾ പേപ്പർ ഉണ്ട്, അതേ ആ ഒരു മോഡൽ അല്ല, അതിനപ്പുറം കുറച്ച് ലെവൽ കൂട്ടിയെന്നേ ഉള്ളൂ. എന്നാലും അവർക്കറിയാം എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് മീൻസ് എക്സ്പെക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ഒക്കെ ഹൈ ലെവൽ കോൺസെപ്ഷൻ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരും എന്ന് അവർക്കറിയാം. അവർ ടീച്ചേഴ്സ് അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കാം, സാമ്പിൾ പേപ്പറൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ പറഞ്ഞത്. സ്കൂളിൽ നിന്ന് സാമ്പിൾ പേപ്പർ ചെയ്യിപ്പിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ അവസ്ഥ എന്ന് വെച്ചേക്കെ, നമ്മളെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്, ഫിസിക്സ് പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. തിയറി പഠിപ്പിക്കുക അങ്ങോട്ട് ആദ്യം. തിയറി അങ്ങോട്ട് പഠിപ്പിച്ച് കഴിയുമ്പോൾ കുറേ ഡെറിവേഷനും ഇത് രണ്ടും മാത്രം മെയിനായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മീൻസ് ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യുന്നവരുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ തിയറിയിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എല്ലാവരും. ന്യൂമറിക്കലൊക്കെ ഒരുമാതിരി എന്താണ് ഞങ്ങൾ പറയും, ന്യൂമറിക്കൽ വലിയ വെയിറ്റേജ് ഒന്നും ഇല്ല, നിങ്ങൾ ഈ ന്യൂമറിക്കൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി, ഇത്രയൊക്കെ മതി എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ എവിടെ നിന്നൊക്കെ ചോദിക്കുന്നതെന്ന് അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ എവിടെ നിന്ന് ചോദിക്കുന്നതെന്ന് പോലും ഇപ്പൊ അറിയത്തില്ല. സങ്കടം ഉണ്ടെന്ന് വെച്ചാൽ അറിയാം, 10ാം ക്ലാസ് കഴിഞ്ഞ പറഞ്ഞ പിള്ളേരോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒന്ന് കാണണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 കയറിയ പിള്ളേരോട് നമ്മളെക്കാട്ടിൽ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. ഒന്നും പറയാനില്ല. ഇത്രയും ഗതി എന്താണ് അത് തന്നെ. ഇപ്പൊ ഞാൻ ഒന്നേ പറയാനുള്ളൂ, നമ്മളെ പെട്ടുപോയി നമ്മൾ ഈ ഇത്രയും ഗതികെട്ട ഒരു ബാച്ച് പറയില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഓൾക്ക് പിന്നെ കുഴപ്പമില്ല, ഓൾക്ക് ഇപ്പഴേ ടഫാക്കി. അപ്പൊ ഇനി +1 ബോർഡിനെ പഠിച്ചിട്ട് +1 മാർക്ക് കിട്ടില്ലെങ്കിൽ +2 ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. +2 നല്ല രീതിയിൽ കൺസെപ്ഷ്യൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ നമ്മളിനി എവിടെ നിർത്ത് പഠിക്കാനാ എനിക്കറിയില്ല. അതല്ല, അവർക്ക് ഈ സമയമുണ്ട്. അവർക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സോ ഒന്നുമില്ല. ഇനിയിപ്പോ ടീച്ചേഴ്സ് എല്ലാം നമ്മുടെ പുറകെയായിരിക്കും, നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം. +1 തിരിഞ്ഞു നോക്കത്തില്ല. അതന്നെ. അവക്കിനി 2 മാസം സുഖമായിട്ടുണ്ട്. 2 മാസം ഇല്ല, 1 മാസം ഉള്ളു. പക്ഷെ എന്നാലും അവർക്ക് സുഖമായിട്ട് പിടിക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ എവിടെ നിന്ന് തുടങ്ങും? നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ +1 +2 വിജയ ശതമാനം 99.9 ആണോ? അല്ലല്ലോ.
എത്ര 75 78 തോന്നുന്നു കഴിഞ്ഞ വട്ടത്തെ വിജയശതമാനം തോന്നുന്നു. ഈ വർഷത്തെ വിജയശതമാനം 78 ഓക്കെ. ഈ 78 ഉണ്ടോ? അവർ നമുക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ഭയങ്കര കുറവാണ്, മറ്റേ മറിച്ചാണ്, എല്ലാം ഉണ്ട്. എന്നാൽ ആദ്യം 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ആദ്യം, ഹൈസ്കൂളിലെ സിലബസ് ആദ്യം ഒന്നും മര്യാദയ്ക്ക് നേരെയാക്കാം. ഒന്നെങ്കിൽ ഈ ഒരു ബാച്ച്, ഞങ്ങളുടെ ഈ ഒരു ബാച്ചൊക്കെ ഒന്ന് വെറുതെ വിടും, അല്ലെങ്കിൽ തുടക്കത്തിൽ പറയണമായിരുന്നു. ഫസ്റ്റ് ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഇയർ പറയുന്നതാണ് ഒരു മാനേഴ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരുമാതിരി അക്കാഡമിക് ഇയർ കയ്യാറായി അപ്പോഴാണ് പറയുന്നത് ക്വസ്റ്റ്യൻസ് മാറ്റാൻ പോവാണ്, മറ്റേ മറിച്ചാണ്. ഞാനൊരു കാര്യം പറ്റേ, ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ വന്ന കുറച്ച് കമന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഈ CBSE-കാരൊക്കെ വന്നിട്ട് പറയാം, ഞാൻ ഒരു CBSE സ്റ്റുഡന്റ് ആണ്, എനിക്ക് ഈ പരീക്ഷ പേപ്പർ ഒക്കെ സിമ്പിൾ ആണ്. അവർക്ക് സിമ്പിൾ ആയിരിക്കും, കാരണം അവർക്ക് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നമുക്ക് അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. CBSE ലെവലിലൊന്നും ഇപ്പൊ കുറെ CBSE പിള്ളേർ വന്നിട്ട് പറയും ഈ ഊള ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളുടെ സാധാരണ ലെവല് CC ലെവൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഹയർ ലെവൽ, അപ്പൊ ഞങ്ങളുടെ ടഫുള്ള ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ എന്ത് പറയും എന്ന് പറഞ്ഞ് കുറെ ഇനി ഞങ്ങൾ വരും, അതറിയാം. പക്ഷെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം, നിങ്ങൾ ആ ഒരു ലെവലിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ്. ഞങ്ങളിത് പെട്ടെന്ന് അങ്ങോട്ട് ഇതെല്ലാം കൂടെ വിഴുങ്ങാൻ പറഞ്ഞാൽ എവിടെ നിന്ന് നടക്കും? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ആ ലെവലിൽ പഠിച്ച് വരുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, സമയം എടുത്ത് നിങ്ങൾ പഠിച്ചു വരും. ഞങ്ങൾക്കിനി എവിടുന്ന സമയം? എക്സാം ഇല്ല, അവർക്ക് നേരത്തെ ക്ലാസ് തുടങ്ങും. നമുക്കെപ്പോൾ തുടങ്ങുന്നത്? ജൂണില്. എന്നിട്ട് എന്ന് തീരും? എപ്പോഴാണ് തീരുന്നറിയോ? നവംബറിൽ തീർക്കും. നമ്മുടെ സിലബസ് നവംബറിൽ തീർത്തു. ഞങ്ങളുടെ സിലബസ് നവംബറിൽ തീർത്തു. ഒന്ന് ആലോചിച്ച് നോക്കാം. നവംബറിൽ ഫിസിക്സ് ഒക്കെ തീർത്തത് എന്താണ് സൂപ്പർ ഫാസ്റ്റ് പോലെ. ഒരു ദിവസം ഒരു ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കുന്നത് 2-3 പീരീഡ് എടുത്താണ്. മാത്സ് പിന്നെ പറയണ്ട. ഇന്റഗ്രേഷൻ എടുത്തെന്ന് പറഞ്ഞാൽ എന്താണ് സൂപ്പർ ഫാസ്റ്റ് പോകുന്ന സ്പീഡിലാണ്, അത്രയും സ്പീഡിലാണ് പഠിപ്പിക്കുക. മീൻസ് മനസ്സിലാക്കി പഠിപ്പിക്കേണ്ട ചാപ്റ്റർ ഇത്രയും നല്ല ടഫുള്ള ഒരു ചാപ്റ്റർ, എന്താണ് ഇത്രയും സമയം എടുത്ത് പഠിപ്പിക്കേണ്ട ചാപ്റ്റർ പെട്ടെന്ന് തീർക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രത്തോളം പിള്ളേർ ഇന്റഗ്രേഷന് ടഫുള്ളതെന്ന് നമുക്ക് എല്ലാ കൊലക്കാണ്, മിക്കവർക്കും ടഫാണ്. പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും പോർഷൻ തീർക്കാൻ വേണ്ടിയുള്ള വെപ്രാളത്തിലാണ്. ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ പെട്ടെന്നൊരു ചേഞ്ച് എന്ന് പറയുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തായാലും അജ്മൽ സാറിന്റെ കമന്റ് ഒന്ന് വെച്ചിട്ടൊന്ന് വായിച്ചാണ് മനസ്സിലാവണം. ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ ആ കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. നമുക്കൊരു എതിരും ഇല്ല, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് വന്നോ ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ അവസാന നിമിഷം വന്ന് എന്ത് കാണിക്കാനാ? എത്ര കമന്റാന്ന് അറിയാം ഫുള്ള് ഇങ്ങനത്തെ കമന്റ്. പക്ഷെ സാർ പറഞ്ഞ കറക്റ്റാണ്, സാറിന് ഞാൻ പറയില്ല. അപ്പൊ ഇങ്ങനത്തെ കമന്റ് വരാൻ ഇതാണ്, എല്ലാവർക്കും പെട്ടെന്ന് ഒന്നും ചെയ്യാനില്ല. ഒന്നാലോചിച്ച് നോക്കി, ഈ NCERT-ലെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പോലും അറിയത്തില്ല, എങ്ങനെ എപ്പോഴൊന്ന് തുടങ്ങണം എന്ന് അറിയത്തില്ല ക്വസ്റ്റ്യൻസ്. അതാണ് അതാ പറഞ്ഞത്, നമ്മൾ ആ ലെവലിൽ പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് കിട്ടത്തുള്ളൂ. അതിനാണ് ഈ എന്താണ് അതെ നമ്മൾ ഈ അവസാന നിമിഷം കൊണ്ട് എന്ത് കാണിക്കാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ എന്ത് ഭാവിച്ചാ ഇങ്ങനെയായിട്ട് നമ്മളായിട്ട് വെള്ളം കുടിക്കുന്നറിയില്ല. ഇനിയിപ്പോ എല്ലാ യൂട്യൂബിലും പറഞ്ഞ മിസ്ലീനിയസും NCERT ക്വസ്റ്റ്യൻസും ഫുള്ള് ചെയ്യണമെന്നാ പറയാനൊക്കെ സിമ്പിൾ ആണ്. പക്ഷെ ഈ ലാബ് എക്സാമും അതിന്റെ ഇടയിൽ കൂടെ കുറെ ക്ലാസ്സസും സ്പെഷ്യൽ ക്ലാസ്സും ഇതൊക്കെ കൂടി വരുമ്പോ നമ്മളിതൊക്കെ ചെയ്യാനാണ് എനിക്കറിയാത്തത്. ഇതൊക്കെ കൂടി സീനാവുണ്ട് ഫുള്ളായിട്ട്. ഇനി ലാബ് എടുക്കാൻ പോവാ ഞാൻ കണ്ടോണം. മാത്സ് സൂപ്പർ ഫാസ്റ്റ് പോകുന്നവരായിരിക്കും. ഓക്കെ, എത്ര പേര് ഫിസിക്സ് ഇത്രയും കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന എത്ര ടീച്ചേഴ്സ് ഉണ്ട്? എത്ര പേര് NCERT ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട്? മീൻസ് NCERT ലെവൽ അഡീഷണൽ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിപ്പിക്കുന്ന എത്ര പേരുണ്ട്? അപ്ലൈ ചെയ്യുന്നത് ലൂപ്പ് ലെവലൊക്കെ, അതിലിപ്പോൾ കറണ്ട് ക്രിച്ച് ഓഫ് ലൂപ്പൊക്കെ മറ്റേ അപ്ലൈ ചെയ്യുന്നത്, അതൊക്കെ ആ ക്രിച്ച് ഓഫ് ലോയ്ക്കകത്ത് അതൊക്കെ അപ്ലൈ ചെയ്യുന്നത് അതെല്ലാം ആ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനൊക്കെ അപ്ലൈ ചെയ്യാൻ പഠിക്കണം. നമ്മൾ ആ ലോ നമ്മുടെ പറഞ്ഞാൽ ആ ലോ പഠിച്ചുകൊണ്ട് വെക്കും, അത് ഡെഫിനിഷനായിട്ട് ചോദിക്കും. അതാ പറയുന്നത്. എല്ലാവരും ഡെഫിനിഷനും ഡെറിവേഷനും ന്യൂമറിക്കൽസിനും വലിയ പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല. സ്റ്റേറ്റ് സിലബസിലെ പിള്ളേരുടെ മെയിൻ ടീച്ചേഴ്സിന് എന്താണ് ഒരു അക്കാഡമിക്കിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽസിന് പ്രാധാന്യം കുറയ്ക്കും. ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഡെറിവേഷൻസിനാണ്, ഡെറിവേഷൻസിനും ഡെഫിനിഷനും.
കഴിഞ്ഞ നമ്മുടെ മുമ്പത്തെ പ്ലസ് വൺ ആൾക്ക് ന്യൂമറിക്കൽസ് ചോദിച്ചിട്ടില്ല, ഫുള്ള് ഡെഫിനിഷൻ. നമുക്ക് ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഡെഫിനിഷൻ. പെട്ടെന്ന് നമ്മൾ ന്യൂമറിക്കലൊക്കെ കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര പിള്ളേർക്ക് അത് ബുദ്ധിമുട്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത വന്നു ഒരു മാർക്കിന്റെ. അതാ പറയാ മറ്റേ പ്ലസ് വണ്ണുകാരുടെ അവസ്ഥ സെൻട്രോയിഡ് സക്കലോ അങ്ങനെ എന്തോ സാധനം ഉണ്ട്, എനിക്കൊരു പരാബോളാന്ന് തോന്നുന്നു, പരാബോള എന്തോ ആണെന്ന് തോന്നുന്നു നമ്മൾ പഠിച്ച. പക്ഷെ അതിനകത്തുനിന്ന് വരാം, അല്ലെ ടെസ്റ്റ് ഇല്ലാത്ത ടോപ്പിക്കാണ്. അതെ, നമ്മുടെ ആ ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ അതേ ലെവലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെക്കാട്ടിലും ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ്. അവനൊക്കെ എന്ത് ചെയ്തിട്ടാ അക്കാഡമിക്കലി നമുക്കൊരു ഫസ്റ്റ് തൊട്ടൊരു ഇത് കൊടുക്കണമായിരുന്നു, പക്ഷെ ആരും അത് തന്നില്ല. ഇപ്പം പബ്ലിക് ആകുമ്പോ കാണാൻ കൂടി എല്ലാരും കിടന്ന് ഓടുന്നതും. ഇത് എത്ര പിള്ളേരുടെ മാനസിക മെന്റലി എത്രമാത്രം നമുക്ക് ഭയങ്കര എന്താ സ്ട്രെയിൻ ആയിട്ടുണ്ടെന്ന് ആരും മനസ്സിലാക്കും. എല്ലാരും കരഞ്ഞു. എടാ ഇനി എവിടുന്ന് തുടങ്ങണമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാരും ചോദിക്കുന്നുണ്ടോ നമ്മളിനി ഒന്നുകൂടെ ആദ്യം തൊട്ട് പ്രീ ആഫ്റ്റർ പഠിക്കണം, ആദ്യം തൊട്ട് ഫസ്റ്റ് ആഫ്റ്റർ പഠിക്കണം. യാതൊരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസാ വരുന്നേ നമ്മുടെ പഠിച്ച തമ്മി. എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്, മറ്റേ രണാഞ്ച് ബഷറപ്പ് പറഞ്ഞ പോലെ എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. യൂട്യൂബിലെ ക്ലാസ് അതിലെ കുറെ എന്താണ് ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞ് ഇടത്തുമല്ലോ. ഇനി അതിനെ മറികടക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടുന്ന എനിക്ക് സംശയമുണ്ട്. അതായത് അവര് പോലും ചിന്തിക്കരുത് ആ ലെവലിൽ പോണം എന്നുള്ളതായിരിക്കും. കുറെ ബുക്ക് റെഫർ ചെയ്ത് അതെനിക്കറിയില്ല. ഞാൻ നോക്കുവാണെങ്കിൽ ഏതൊരു ചാനലില് പൈറൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതിനകത്ത് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ. അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് വെച്ചാൽ നമുക്ക് ഈ ആദ്യം ഒരു അധ്യാപനം ഒരു ടീച്ചറിന് ഫസ്റ്റ് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കിട്ടണമെന്നില്ല, ചെയ്ത് നോക്കണം. ആ ലെവലിലെ ക്വസ്റ്റ്യൻ വരെ ഉണ്ടായിരുന്നു പ്ലസ് വണ്ണിൽ. പിന്നെ ഒരു കുട്ടിക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നാണ് സത്യമായ കാര്യമാണ്. എന്തിനാ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, എന്തിനാ ഇങ്ങനെ പരീക്ഷ നടത്തുന്നത് എനിക്കറിയത്തില്ല. ഇനി CBSE പറയുന്നതാണ് നിങ്ങളുടെ ഈ കുറെ എന്താണ് നിങ്ങളുടെ ഈ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ ഞങ്ങൾക്ക് എക്സാം ടഫാക്കിക്കോ, ഒരു കുഴപ്പമില്ല, ഓക്കെ സമ്മതിച്ചു. ഞങ്ങൾ ടൈം ടേബിൾ കൂടെ ഒന്ന് കാണണം. അതെ, ബയോളജി സയൻസ് തന്നെ അവസ്ഥയാണ് ചോദിക്കുക. ഒരു ദിവസം ഗ്യാപ്പ്, ഫിസിക്സിന് ഒരു ദിവസം, നമ്മുടെ അവസ്ഥ ഫിസിക്സ് ഒരു ദിവസം ഗ്യാപ്പുള്ളൂ. ഒന്നാലോചിക്കുക, ഫിസിക്സിന് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ തന്നെ മിനിമം എത്ര ദിവസമാണെന്ന് നമുക്ക് പറയാം. ഇത്രയും ചാപ്റ്റേഴ്സ് ഇവരൊക്കെ എവിടുന്നാ വരുന്നത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഇത്രയും ബോധമില്ലാത്തവരാണ് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്കറിയത്തില്ല, ഇത്രയും ദയനീയ അവസ്ഥ. എന്റെ മുന്നേ ഇതിനുമ്പോ ഞങ്ങളെ കഴുത്തരച്ച് കൊല്ലുന്നതായിരുന്നു ഒരുമാതിരി. അതൊക്കെ കുറെ ആൾക്കാർ എന്റെ ക്രിസ്മസ് എക്സാമിന്റെ പരീക്ഷ പറഞ്ഞിട്ടുണ്ടെ ചിലവരൊക്കെ അങ്ങനെ ചെയ്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ട് അവിടെ നിൽക്കും. എനിക്ക് തോന്നുന്നു സൈലത്തിന്റെ വീഡിയോക്കകത്ത് ഇങ്ങനെ ഇടയ്ക്ക് സൈലത്തിലെ സാർ പറയുന്നുണ്ടായിരുന്നു ഏതൊരു കൊച്ചിങ്ങനെ എന്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ അങ്ങനെയൊക്കെ പറയുന്നു. പറഞ്ഞു കിട്ടി. അതൊക്കെ വലിയൊരിതാണ്. അത് നിങ്ങൾ ഈ അവസാന നിമിഷം കൊണ്ട് ഇങ്ങനെ എല്ലാം കൊണ്ട് ഇങ്ങനെ വെക്കാം കഷ്ടമാണ്. ഞങ്ങളായിട്ട് ഇങ്ങനെയായിട്ട് എന്താണ് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനും വലിയ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങൾ വരും, ഇതും തളരുതെന്ന് പറയും. ഞങ്ങൾക്ക് ഇതായിരിക്കും വലിയ പ്രശ്നം, ഞങ്ങൾക്ക് ഈ പ്രായത്തിൽ ഇപ്പൊ ഇതായിരിക്കും പ്രശ്നം. ഞാൻ വിടാൻ കാരണം തന്നെ ഇതാണ്, എനിക്ക് രണ്ടും കൂടി നോക്കാൻ വയ്യായിരുന്നു. ഇതന്നെ എങ്ങനെ ഒരുമാതിരി അല്ല ഇപ്പൊ ചെയ്യ നോക്കിയില്ലെങ്കിൽ നിനക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു. ബോർഡും പോണ അവസ്ഥ എനിക്കറിയില്ല. ഒന്നാമത്തെ കേരള സിലബസ് ഭയങ്കര ഷോവാണ്. ഒരു അത്തോ യുക്തോ ഇല്ലാത്ത രീതിയിലുള്ള എന്താണ് നിലവാരം കൂട്ടാൻ ശ്രമിക്കുകയാണ്, പക്ഷെ നമ്മളെ ശരിക്കും തകർക്കുവാണ് ഇവര്. മാത്സിന്റെ ലാബ് കേൾക്കുവാണെങ്കിലോ മാത്സിന്റെ ലാബ് പറയില്ല. ഇപ്പൊ അതും സീനായിരുന്നാ പറഞ്ഞത്. ആദ്യമൊക്കെ മാത്സിന്റെ ലാബ് എന്ന് പറഞ്ഞാൽ
ഒരു ഇത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാത്രം പഠിച്ചത് 5-8 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഇല്ലാന്നൊക്കെ ടീച്ചർ പറഞ്ഞു, നമ്മളെ ടീച്ചർ. അതും കൂടെ ഉണ്ടെങ്കിൽ ശുഭം, ഒന്നും പറയാനില്ല. ഇത് എനിക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലപോലെ ആക്കിക്കോ. ഞങ്ങൾക്ക് നല്ലൊരു ടൈം ടേബിൾ തരണം. ഞങ്ങൾക്ക് നല്ലൊരു ടൈം ടേബിൾ ഇനിയിപ്പോൾ ചേഞ്ച് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഈ ലെവലിൽ ക്വസ്റ്റ്യൻ ഇട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? അപ്പം എല്ലാവരും ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്? എന്നിട്ട് രസമെന്നാന്ന് ഫസ്റ്റ് ടൈമിനെ പിന്നെ എക്സാം നടത്തത്തില്ല. ഫസ്റ്റ് ടൈമിനെ പോർഷൻ കൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ട് വരണം. എന്നിട്ട് ഗ്യാപ്പും ഇല്ല. അതാണ് കോമഡി. ഗ്യാപ്പും ഇല്ല, ഒരു തേങ്ങയില്ല. പിന്നെ എന്തുകൊണ്ട് ഇവര് ഫസ്റ്റ് ടൈമിലെ പോർഷൻസ് കൂടെ ഇടാം? നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിലെ എക്സാം നടത്തിക്കൂടാണ് ഇത്ര പോർഷൻ വെച്ച്? എന്ത് പറയാനാണ് ഗൈസ്? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് മിക്ക സ്റ്റുഡൻസിന് പറയാനുള്ളൂ ഇതാവണമെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഈ ഒരു എക്സ്പെരിമെന്റ് ഈ ഒരു വർഷത്തേക്ക് എങ്ങനെ മാറ്റി വെക്കുക. ഈ ഒരു സത്യം പറഞ്ഞാൽ ഇത്തിരി പിള്ളേർ എനിക്ക് മിക്കവാറും സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കും. എനിക്കറിയത്തില്ല. ഇനി ഞാൻ ചുമ്മാ പറയുന്നല്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ച എന്തോ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടപ്പം എനിക്കങ്ങനെ തോന്നി, അങ്ങനെ കേട്ടായിരുന്നു, ഒരു ടോക്ക് ഞാൻ കേട്ടായിരുന്നു. അതാ പറഞ്ഞെ, ഇതിപ്പോ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കും. ഇതിപ്പോ ഉണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി 10ാം ക്ലാസ് പോലല്ല, ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് വേറൊരു കോഴ്സ് തപ്പിപ്പോണ്ട. ശരിയാണ്, ഇപ്പോൾ ഒരു കോഴ്സ് എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് നല്ല നോളേജ് ഒക്കെ വേണം, സമ്മതിച്ചു. ഈ അവസാന നിമിഷം കൊണ്ട് ഇങ്ങനെ കാണിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് നമ്മൾ സ്കൂളിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞു, ഇനിയിപ്പോ എങ്ങനെ ചെയ്യാനാ എനിക്കറിയാം. എല്ലാ ചാപ്റ്റേഴ്സും തീർത്തു. ഇങ്ങനെ ഈ അവസാന നിമിഷം വന്നിട്ട് ഇൻസാറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ കുട്ടീനെ ഭൂതങ്ങളോ? എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരികയാണ് നമ്മുടെ അവസ്ഥ ആലോചിക്കുന്നത്. ഈ അതുപോട്ടെ, ഈ +1 +2 ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു അവസ്ഥ ആലോചിക്കുക. +1 ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു അവസ്ഥ ആലോചിക്കുക. ഇപ്പൊ പൈസ കൊടുത്തിട്ട് ഇപ്പൊ ആരായി? പൊട്ടന്മാരായി നമ്മളൊക്കെ. അതാണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ടഫ് ആക്കുന്നത്. എനിക്കറിയത്തില്ല. സത്യം കരഞ്ഞോണ്ട് പറയാണ്, സങ്കടം കൊണ്ട് പറയാണ്. ഈ എക്സ്പെരിമെന്റ് സത്യം മാറ്റി വെക്കാം. ഭയങ്കരമായിട്ട് ഒരു ടോർച്ചറിങ് വരാണ്, മെന്റലി ടോർച്ചറിങ് ആണ്. ഇതുമാതിരി വല്ലാത്തൊരു സത്യം പറഞ്ഞ പല കുട്ടികളെ തളർത്തുന്നൊരു ഇതാണ്. ഈ അവസാന നിമിഷം കൊണ്ട് ഇങ്ങനെ ഒരിക്കലും കാണിക്കരുത്. അതാണ് ഇപ്പൊ പഠിച്ചൊക്കെ വേസ്റ്റ് ആയി പോയാലും തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പൊ കൊറേ ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ലാസ്റ്റ്. അതെ, എന്ത് ഫിസിക്സ് സത്യം പറഞ്ഞാൽ നമ്മളെങ്ങനെ പഠിക്കുന്നേ? നമ്മളെ ഇവരറിയുന്നില്ല നമ്മളെ പഠിപ്പിക്കുന്ന വെച്ചാൽ അവർ ഭയങ്കര ഡെഡിക്കേറ്റ് ആയിട്ട് പഠിക്കുന്നവരാ. അതല്ല, നമ്മളെ പഠിപ്പിക്കുന്ന ഡെഫിനിഷൻ ഡെറിവേഷൻ അത് തന്നെ, വേറൊന്നുമല്ല. കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുവാ? ഡെഫിനിഷൻ ഡെറിവേഷൻ. ന്യൂമറിക്കൽസിന് ലെസ് പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു. നിങ്ങൾ മറ്റേ കൊറോണ ബാച്ചിന്റെ സമയത്ത് 120 മാർക്കിന് 60 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് 120 ക്വസ്റ്റ്യൻസിൽ 60 അറ്റൻഡ് ചെയ്താൽ മതിയോ? അതെ, ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻ കൊടുക്കുന്നത് ഭയങ്കര സംഭവം, ഭയങ്കര കേരളം, ഭയങ്കര ഇതാണ് മറ്റേ മറിച്ചാണ്. പക്ഷെ ഞങ്ങൾ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഞങ്ങൾ ഈ അവസ്ഥ ഒന്ന് മാറ്റി വെക്കാം. മീൻസ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു ഇമ്പ്രൂവ്മെന്റ് പോലെ ഇങ്ങനെ ആക്കി തന്നു. ഇത്രയും കുട്ടികളുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ ഇത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഇങ്ങനെ കൊണ്ട് അവസാന നിമിഷം കൊണ്ട് ഇങ്ങനെ ആക്കി ഇത്രയും പ്രഷർ തന്നു, ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നൊരു ഞാൻ കണ്ടിട്ടില്ല. എനിക്കപ്പോ നമ്മളെ ബാച്ചിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഏറ്റവും വേസ്റ്റ് ആയി തോന്നിയ ഏത് ബാച്ചാണ്? കഴിഞ്ഞ വർഷത്തെയാണോ അതോ ഈ വർഷത്തെയാണോ? ഈ വർഷത്തെ സഹിക്കാൻ വയ്യ. അത് ഞാൻ ആർക്കും ഒന്നും പറയാൻ കഴിയില്ലല്ലോ സത്യം പറഞ്ഞാൽ. വേറെ ഒന്നും ആർക്കും അത് പറയാൻ കഴിയില്ല. ഇനിയിപ്പോ കുറെ CBSE കുട്ടികൾ വരും, വന്നിട്ട് പറയും, കമന്റ് ചെയ്യും, ഇതൊക്കെ എന്തോന്ന് മറ്റേതാ മറിച്ച എന്നൊക്കെ. അവർക്ക് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ആ രീതി നമ്മൾ പഠിച്ചു വന്നോണ്ട് നമ്മളിപ്പോ നമ്മുടെ രീതി പഠിച്ചു വന്നു. നമുക്ക് അങ്ങനെ ഇപ്പൊ കുറച്ച് നാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കൊന്നും പറയാം. അവര് ഭയങ്കര സംഭവമാണ്, അവരുടെ ക്വസ്റ്റ്യൻസ് ഭയങ്കര സംഭവമാണ്, മറ്റേ മറിച്ച് അവർ ഭയങ്കര സംഭവമാണ്, സമ്മതിച്ചു. നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ സ്റ്റേജിലെ പിള്ളേരെ കളിയാക്കുന്നത് ഭയങ്കര മോശം പരിപാടിയാണ്.
ഈ പല CBSE സ്റ്റുഡൻസും അതെ പറഞ്ഞോ. ഞാൻ സ്റ്റേറ്റ് എടുക്കേണ്ടിരുന്നു എനിക്കിപ്പോ തോന്നി പോയി. CBSE എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപകാരമായിരുന്നു ഉള്ള കാര്യം പറയാലോ. സത്യമാണ്. പക്ഷെ ഇനിയിപ്പം രസമെന്നറിയോ, ഇനി കമന്റ് ചെയ്യും ഇനി ഒരു കമന്റ് ചെയ്യും ഇങ്ങോട്ടേക്ക് പോവാൻ നിങ്ങളെപ്പോലത്തെ ഈ ഉപ്പാച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇവിടെ കാണിച്ചാൽ എനിക്ക് തോറ്റു പോകുന്നൊക്കെ പറയും. ഞങ്ങളുടെ അങ്ങനെ പഠിക്കുന്നില്ല ലെവലിൽ നമ്മളെ ആലോചിക്കുക നമ്മളെ അവസ്ഥ. അതെ, ഇതിനു മേലെ തോറ്റു പോകുന്നതാണ്. എന്തിനിങ്ങനെ ഒരുമാതിരി പ്ലസ് ടുവിന് പോകുന്നേ വട്ടി പിടിക്കുന്നു. ഒരു കാര്യത്തിൽ സ്ഥിരതയില്ല. ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആക്കും, അല്ല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ താഴോട്ടാക്കും. എന്താണ് ഒന്നെങ്കിൽ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ ഒരു സാമാന്യ മര്യാദയ്ക്ക് പറയണം. എല്ലാം കുളമാക്കി തന്നിട്ടുണ്ട്. എല്ലാം കൂടുതൽ എന്താണ് ഒരുമാതിരി ഭയങ്കര നിലവാരം കൂട്ടാൻ പോയതാ. നല്ല കുളമാക്കി തന്നിട്ടുണ്ട് എല്ലാം. വേറെ ഒന്നുമില്ല, എനിക്കൊന്നും പറയാനില്ല. എന്താണ് എന്തിനാ ഇപ്പൊ സ്കൂളിൽ പോകുന്ന പോലും ഇപ്പൊ തോന്നുന്നില്ല. എന്തിനാ സത്യം പറഞ്ഞാൽ ഞാൻ ക്രിസ്മസ് പരീക്ഷ എഴുതുന്നത് എന്താണെന്നറിയോ? ചുമ്മാ മറ്റേ എന്താണ് ചുമ്മാ ഒരു സ്ഥലം വരെ പോകും പരീക്ഷ എഴുതാ ഒരു ഫീലായി ഇപ്പം. സത്യല്ലേ? ഇപ്പൊ എല്ലാരും സത്യമായി ഇപ്പം ലാസ്റ്റ് ഫിസിക്സും മാത്സും കുറച്ച് ടഫായിരുന്നു. പിന്നെ കെമിസ്ട്രി തൊട്ടിട്ടില്ല. എന്തിനാ പഠിക്കുന്നതെന്ന് പോലും ഇപ്പൊ തോന്നുവാണ്. അത് 3 ടഫായിട്ട് പിന്നെ കെമിസ്ട്രി പഠിക്കാൻ ഒരു ചടപ്പാണ്. ഞാനൊക്കെ ഉറങ്ങിയും പോയി. എന്തിനാ ഇപ്പൊ ഇങ്ങനെ പഠിക്കുന്നത് എനിക്കറിയില്ല. ഇവക്ക് ഒരു ഐഡിയ എവിടെ ചോദിക്കണമെന്ന് നോക്കുന്നത്. അവര് ചുമ്മാ കളിക്കുക, നമ്മളായിട്ട് കളിപ്പിക്കുക നമ്മളായിട്ട്. ഒന്നെങ്കിൽ ഞങ്ങളുടെ ടൈം ടേബിൾ ഒന്നെങ്കിൽ ചേഞ്ച് ആക്കി തരിക. നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കി തരിക. ഇത് എന്ത് ഇതെന്ത് ടൈം ടേബിൾ? ഇത് ടൈം ടേബിളാണോ? ഇത് മറ്റേ LKG പഠിക്കുന്ന പിള്ളേർക്ക് പൈസ അടക്കുന്നു ഒരു രാഘവത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നത് പൈസ ടൈം ടേബിൾ ഇടുന്നത്. ഇവക്കൊന്നും വിലയില്ലേ? നമ്മൾ പഠിക്കുന്നൊക്കെ വെറുതെയാണോ? എത്ര ആൾക്കാർ ഇങ്ങനെ അപ്പൊ ഇനി കൊറേ എന്താണ് എനിക്കറിയത്തില്ല എന്ത് ചെയ്യുന്നു. ഞാൻ എനിക്കറിയാം മിക്ക കുട്ടികൾ ഇപ്പൊ എന്തായാലും വിശേഷം കുറയും, നല്ലപോലെ പറയും, ഉറപ്പാണ്. അതെ, ഇപ്പൊ 78 ഇനി മിനിമം ഒരു 70 പിടിക്കാം. ഇനി എനിക്ക് 30% കുട്ടികൾ തോറ്റു പോകും. ഒന്ന് ആലോചിച്ച് നോക്കി. നീ എനിക്കറിയത്തില്ല. എടി ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ചെറുതായിട്ട് പറയായിരുന്നു ഇങ്ങനെ നടത്തും. പക്ഷെ നമുക്കൊരു മുന്നറിയിപ്പില്ലല്ലോ. നമ്മളെ ഈ പഠിപ്പിക്കുന്ന കാണാൻ പഠിച്ചോണ്ട് പോകുമല്ലേ, വേറെ ഒന്നും ഇല്ലല്ലോ. ഇത്രയും ലെവൽ കൂട്ടുന്ന ഒട്ടും വിചാരിച്ചില്ല. ഇതെങ്ങോട്ടായി പോകുന്നേ? ഏറ്റവും ബെറ്റർ +1 സ്റ്റുഡൻസ് ആണ്. കാര്യം പറയുകയാണെങ്കിൽ ഒരു 10 പെട്ടെന്നാണ് +2 സയൻസിക്ക് ഒക്കെ എടുത്തിട്ടുള്ളൂ +1. ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തായാലും മടുത്തുണ്ടാവും. ഇനിയിപ്പോ ക്യാൻസൽ ആയി പോകുന്ന എനിക്കറിയില്ല. കുറെ പിള്ളേർക്ക് ഇനി ക്യാൻസൽ ആക്കി പോകും. +1 GC മേടിച്ചിട്ട് നേരെ ഇനി ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് അല്ലെ വേറെ വല്ല കോഴ്സിനും പോകും. ഈ ചിരിക്കുക നമ്മളെ കൊമേഴ്സുകാരൊക്കെ നമ്മളെ നോക്കി ചിരിക്കുവാണ്. ദേഷ്യം വരുന്നു. എനിക്ക് സങ്കടവും ദേഷ്യം എല്ലാം വരുന്നത്. എനിക്ക് ഇമാതിരി ഇതായി പോയിട്ടാണ്. കൂടുതൽ നല്ല എന്തൊക്കെയോ പറയണമെന്നുണ്ടെന്ന് ഒന്നും പറയാണ്ട് കിട്ടണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി ഇനിയിപ്പോ എന്ത് പറയാനാ? ഇനിയിപ്പോ എന്തായാലും എല്ലാം കൈവിട്ടുപോയി. ഇനി സത്യം മടുത്തുപോയി. ഇതെന്ത് ടൈം ടേബിൾ? ഇത് ടൈം ടേബിൾ ആണോ? കൊറേ ഇങ്ങനെ ഒന്നും പറയാനും പറ്റത്തില്ല. ഗിരീഷ് സാർ നമ്മളെ കൂടെ നിപ്പുണ്ട്. പക്ഷെ ആരും ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു ഇതും ഇല്ല. ഇങ്ങനെ അവരൊക്കെ കളിക്കുവാണ്. നീ ഒന്ന് കാണാം, എല്ലാവരും കാണാം കേട്ടോ. ഗിരീഷ് സാറിന്റെ വീഡിയോ ഉണ്ട്. ഇപ്പൊ സെറ്റ് വീഡിയോ ആണത്. അതിലെല്ലാം കറക്റ്റാണ്. അങ്ങനെ നമ്മളായിട്ട് കൊല്ലണം.
പക്ഷെ അജ്മൽ സാർ പറയുന്നത് കറക്റ്റാണ്. അജാസ് സാർ പറയുന്നത് കറക്റ്റാണ്. പക്ഷെ കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ ടൈമില്ല. ഈ അവസാനം കൊണ്ട് എന്ത് കാണിക്കാനാണ്? ഇനിയിപ്പം ഈ കൺസെപ്റ്റ് ഒക്കെ ഇനി ലാസ്റ്റ് ടൈം കയറുമോ? എന്നാലും നോക്കിയേ, ഈ ലാസ്റ്റ് ടൈം ഈ കൺസെപ്റ്റ് ഒക്കെ ഇനി കയറുമോ? അതാണ് കാണാപ്പടം തന്നെ പഠിക്കപ്പോ നല്ല പണി നമ്മളിപ്പോ വിചാരിക്കുന്നത് ഫിസിക്സ് ഒക്കെ എന്താണ് നമ്മുടെ ടീച്ചർ പറയും കാണാപ്പാൻ പഠിച്ചോട്ടെ, ഡെഫിനിഷൻ ഒക്കെ ബൈ ഹാർട്ട് പഠിച്ചോ ഒക്കെ സീനില്ല. അറിയത്തില്ലായിരുന്നു ആദ്യം വല്ലാത്ത അവസ്ഥയും പോയി. ഇത്ര ഉള്ള വീഡിയോ ഇതെങ്കിലും ഒന്ന് ആക്ഷൻ എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതെ, ഇപ്പൊ ആര് നമുക്ക് വേണ്ടി ആര് സംസാരിക്കാൻ? സത്യമല്ല, ആരും ഇല്ല സംസാരിക്കാൻ. എന്ത് കാണിക്കാൻ മര്യാദക്ക് പഠിക്കണമെന്നൊക്കെ ഉണ്ട്. NCERT ഒന്നും ഫുള്ള് ചെയ്ത് തീർക്കാനില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ അവരെ കൂടെ ഇത്രേ പറയാൻ കഴിയുള്ളൂ. മിസ്സീൻസ് ഒക്കെ ലാസ്റ്റ് ടൈമിൽ ചെയ്യാൻ പറഞ്ഞ നല്ല കോൺസെപ്റ്റ് കാണും. അത് തന്നെ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് മിസ്സീൻസ് ഒക്കെ എന്തുവാ കേട്ടിട്ടില്ലല്ലോ. ഇത്ര ഉള്ളു വീഡിയോ, ഇതിക്കൂലൊന്നും പറയാനില്ല. എല്ലാരും ഉള്ളിൽ തപ്പ് കിടക്കാണ്. ഇനിയിപ്പം എടാ എനിക്കൊന്ന് ഞാൻ തന്നെ എനിക്ക് പൊട്ടൊന്നും എനിക്ക് നല്ല ചാൻസ് ഉണ്ട്, മിക്കാനും ചാൻസ് ഒക്കെ ഉണ്ട്. എന്ത് എന്തൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ മടുത്ത് പോയി, പിന്നെ ചുമ്മാ പോയി എഴുതുന്ന അവസ്ഥയായി പോയി. ഒരു ലാഘവത്തിൽ പോയി എഴുതുന്ന പരീക്ഷയായിപ്പോ പരീക്ഷയായി വെറുപ്പിച്ച് തന്നിട്ടുണ്ട് ഏകദേശം, നന്നായിട്ട് വെറുപ്പിച്ച്. ഇത്രയും അതാണ് ഗിരീഷ് സാർട്ട് 8 മണി അത് തന്നെ. എന്ത് പറയാനാ. ഇനി ഇങ്ങൊന്ന് ഷെയർ ചെയ്യട്ടെ, മാക്സിമം ഷെയർ ചെയ്യാം. എനിക്കറിയില്ല ഇനിയിപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഞാൻ ആ സ്ക്രീൻഷോട്ടൊക്കെ കണ്ട് നിങ്ങൾ വായിച്ചു നോക്കാം. ഓരോ കുട്ടികളുടെ ഒക്കെ അവസ്ഥ എന്ന് ആലോചിക്കുക. ഇപ്പൊ എൻ്റെ കാര്യം ഒന്ന് ആലോചിക്കുക, മാത്സിന് ഇമ്പ്രൂവ് ചെയ്യണം. എനിക്ക് 63 മാർക്കേ ഉള്ളൂ. A+ ഇല്ല, A+ ആക്കണം. ഇനിയിപ്പോ എവിടുന്ന് തുടങ്ങും എനിക്കറിയില്ല. ഇനിയിപ്പോ പോട്ടെ എൻട്രൻസിന് പഠിക്കുന്ന പിള്ളേരുടെ അവസ്ഥ അല്ല, അപ്പൊ കുറച്ചുകൂടി എളുപ്പമെന്ന് പറയാം. ഓക്കെ, പഠിച്ചു വന്നു പറയാം. ബോർഡിന്റെ മാർക്ക് വെറും വേസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ പറയാൻ പറ്റൂ? രക്ഷയില്ല. ഇത്ര ഉള്ള വീഡിയോ. ഈ വീഡിയോ കുറച്ച് ലെന്ത് കൂടുതലാണ്, ഞാൻ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഇങ്ങനെ പ്രതികരണം ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. കമന്റ് ഇട്ട് പോവാ. ഓക്കെ, ബൈ.